ഹലോ മച്ചാന്മാരെ, നമ്മളിന്ന് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ആണ്. അപ്പോൾ ഫ്രീ ഫയർ മാക്സ് ആണ് നമ്മൾ കളിക്കുന്നത്. ഇപ്പോൾ എന്തായാലും എൻ്റെ ഇത് വെപ്പണമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചെറിയ പോരായ്മയൊക്കെ കാണും, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ആദ്യമായിട്ടല്ല, ഞാൻ എൻ്റെ വീടിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ കളിച്ചിട്ടുണ്ട്. അത് അവൻ്റെ ക്യാരക്ടറൊക്കെയാണ്. എൻ്റെ ക്യാരക്ടർ എന്താ കോബ്രയുടെ ഉടുപ്പൊക്കെ ഉള്ളതാണ്. നമ്മൾ ബെർമുഡ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. എന്തായാലും ഞാൻ ഇപ്പം തന്നെ ഡൈവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ചെന്നിട്ട് എന്താണോ ഉണ്ടാകാൻ പോകുന്ന ഒരു പിടുത്തമില്ല ഗൈസ്. മിക്കവാറും നമ്മൾ തോക്കുമെന്ന് തോന്നുന്നത്. ആദ്യം മേളിൽ കൊടുത്തിട്ടുണ്ട് എത്ര പേര് ചത്തിട്ടുണ്ട്, എത്ര പേര് ജീവനോടെ ഇരിപ്പുണ്ടെന്ന്. 50 പേര് ജീവനോടെയും 0 പേര് ചത്തിട്ടുമുണ്ട്. അതായത് ആരുമില്ല, ചത്തതാരുമില്ല. അപ്പം എന്തായാലും നമുക്ക് നേരെ ടെറസിൻ്റെ മണ്ടയിൽ ചെന്ന് ഇറങ്ങാൻ നോക്കാം. ആ ടെറസിൻ്റെ മണ്ടയിലോട്ട് വീഴാം. അവിടെ എന്തോ കിടക്കുന്നുണ്ട്, അവിടെ തന്നെ വീഴാം. അയ്യേ, ടെറസിൻ്റെ മണ്ട വീണില്ല. അതെന്താ സാധനം? സ്കാൻ ഡാമേജടാ. എന്തെങ്കിലും ആട്ടെ, കണ്ടെല്ലാം നമുക്ക് ബാഗൊക്കെ ഉണ്ട് കേട്ടോ. കാണണ്ട, താഴെ കണ്ടോ? അല്ല സൈഡിലായിട്ട് കണ്ടോ? അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നേ. എന്തായാലും നമുക്ക് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തേക്കാം. പിന്നെ മെഡിക്കൽ കിറ്റ് വേണം. മെഡിക്കൽ കിറ്റ് ഒരെണ്ണമുള്ളെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ചാടിയാലോ? ഇവിടെ നിന്ന് ചാടിയ ഡാമേജ് പറ്റുമോ? ഇല്ല, വലിയ ഡാമേജ് പറ്റൂലെന്ന് തോന്നുന്നു. ഇപ്പം ആരെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണുന്നുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 8 ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴും എനിക്ക് വേണം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കാം. ഇതെന്താ ഡൈനാമൈറ്റോ? എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ച പോലെ ഗൈസ്. എന്തായാലും നമുക്കൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. സ്വിച്ച് വെപ്പൺ പാക്ക്. ലൈഫിൻ്റെ പടമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ വേറെ സംഭവങ്ങളുണ്ട് ഗൈസ്, ഒന്നും മനസ്സിലാവണില്ല. മെഡിക്കൽ കിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇനി പ്രശ്നമില്ല. 3 മെഡിക്കൽ കിറ്റായി. എന്തായാലും ഇതുവഴി ചാടാൻ പറ്റുമെന്നോ? ചാടി. ജനലിൻ്റെ അകത്തോടൊക്കെ ചാടാൻ പറ്റും ഗൈസ്. എന്തായാലും നിങ്ങളൊന്ന് കളിച്ച് നോക്കുക, നല്ല രസമൊക്കെയാണ്. ഇവിടെ നിന്ന് ആരും കാണുന്നില്ല, ഇല്ലേ വെടിവെച്ച് തറയിടായിരുന്നു. ആകെ ഒരു കണ്ണ കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് UMPയും പിന്നെ മറ്റേ ബാക്കിൽ നീളമുള്ളൊരു തോക്കുണ്ടല്ലോ, എൻ്റെ പേരും വന്നു. പിന്നെ AK-47 കിട്ടണമെങ്കിൽ നല്ല ഡാമേജ് പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താ വുഡ് പെക്കർ എന്ന് അങ്ങനെ എന്തൊരു ഗണ്ണുണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും കൊല്ലാൻ കഴിയും. അത് വെച്ചിട്ട് നമുക്ക് കൊല്ലാം. ഇത് എന്തൊക്കെയാണ് ഉണ്ടാകുമെന്ന് തോന്നുന്നൊരു പിടുത്തിയില്ലേ. കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം വലിച്ചു വാരി അങ്ങ് എടുക്കണം, ആക്രിക്കാരനെ പോലെ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. 42 പേര് ഇനിയുള്ളൂ. നേരത്തെ 50 പേരുണ്ടായിരുന്നു, ഇപ്പം 42 പേരേ ഉള്ളൂ. പക്ഷെ ആരും ചത്തായിട്ട് ഇല്ല. എന്നെ വെടിവെക്കുന്നത് ആരൊക്കെയോ? ഒന്നും പിടികിട്ടണില്ല. അത് ആരൊക്കെയോ വെടിവെക്കുന്നേ? ഇവിടെ ഈ ഫ്രീ ഫയർ വേറെ ലെവൽ ഗെയിമാണെന്ന് തോന്നുന്നത്. അല്ല, കുറേ പേര് ഇത് കളിക്കുന്നുണ്ട് ഉറപ്പാണ്. എന്തായാലും നമ്മുടെ മെഡിക്കൽ കിറ്റ് വെച്ചിട്ട് ലൈഫ് ഒന്ന് കൂട്ടിയേക്കാം. ലൈഫ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും. ഇവന്മാരുടെ കയ്യിലിരിക്കുന്ന തോക്കൊക്കെയാണ്, എമ്മാതിരി തോക്കാന്നറിയാൻ പറ്റില്ല. അത് തോറ്റേ എൻ്റെ പോലെ ഞാൻ ഇപ്പോൾ ചത്താന കൈസ്. അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. വെടിവെക്ക്. ഇവിടെ മേളിൽ നിർത്തും ചാടി വീടും. അമ്മ രണ്ടും കൂടി എന്നെ കൊല്ലാനുള്ള പുറപ്പാടാണ്. അയ്യോ, ആ മരത്തിനിട്ട് കൊല്ലുന്നു. നമുക്ക് നടന്ന് വെടിവെക്കും. അമ്മമാർ മറ്റേ സാധനം വെച്ച് മറ്റേ ഇങ്ങനെ ഐസ് പോലത്തെ സാധനം, അതിൻ്റെ അകത്തോടെ വെടിവെച്ച് കഴിഞ്ഞ് പോവില്ല. അത് പത പോലെയാണ്. എൻ്റെ മോനെ, നമ്മൾ ജയിക്കുമെന്ന് തോന്നണില്ല കേട്ടോ. 36 പേരായി, 0 മരണങ്ങൾ. ആരും മരിക്കുന്നില്ല, പക്ഷെ കുറേ പേര് പോകുന്നുണ്ട്. എന്താ നമ്മുടെ കയ്യിൽ വേറെ തോക്കൊക്കെ ഇരിപ്പുണ്ട്. ബാക്കി മാറി വെടിവെക്കും. അല്ല, ബാക്കിന്നല്ല, ഫ്രണ്ടിൽ നിന്നാണ് വിളിച്ചത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കിങ് സ്റ്റൈലർ അങ്ങനെ എന്തൊക്കെ പറയാനുണ്ട്. എന്തായാലും നമുക്ക് ക്യൂക്ക് ബുള്ളറ്റുള്ള റീലോഡ് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെ എപ്പോഴാണ് പെട്ടെന്ന് ഉണ്ടായാൽ പോകുന്നതെന്ന് പറയാൻ. അയ്യോ, അതെന്താ അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ? ഇതെന്താ സംഭവം? ഒരു പിടുത്തവും ഇല്ല. ഇവിടെ കയറി കിടക്കാം.
ഇതെന്താ സംഭവം? എന്താ ഇത് മനസ്സിലാവുന്നില്ലല്ലോ. അതെ ഒരുത്തനവിടെ. അയ്യോ അയ്യോ എടാ ഇത് മറ്റേ സാധനം എനിക്കറിയാം. ഓ നമ്മൾ ചമ്മി നൈസായി. എടേ നമ്മൾ ചത്തു കേട്ടോ. നമ്മൾ പടമായി. ഈ സംഭവത്തിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ആയിട്ട് ലൈഫ് തീർന്ന് ചത്തുപോകും. നമുക്ക് എന്തെങ്കിലും ഒരു ഓക്സിജൻ സാധനം എടുത്ത് വെച്ചാലേ ഐശ്വരി ഇത് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്സിജൻ സാധനം എടുത്ത് വെച്ച് ചാടി പോവും. ഓ അപ്പുറത്ത് കടന്ന്. ഓ ഗൈസ് അപ്പുറത്ത് കടന്നിരിക്കുകയാണ്. ഓ ദൈവമേ ഓട് അയ്യോ ഞാൻ പിന്നെയും പുറത്തായി. അയ്യോ യെസ് ഡബിൾ ക്യൂ കാര്യം തോന്നുന്നു. നമ്മൾ പടമായി കേട്ടാ. ഓ ഗായ്സ് എന്തായാലും ഞാൻ തോറ്റിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? എന്തായാലും നമുക്ക് പരിശ്രമിച്ച് വയ്ക്കാം. ഓ പ്ലീസ് സ്പീഡ്. ഓ ഇന്ന് ചാടിയിട്ട് എത്തണില്ലല്ലോ. നമ്മൾ ചത്തെന്നാ തോന്നുന്ന. നമ്മൾ ചത്ത് ഗൈസ്. ഇത് ലൈഫൊന്നും കുറയണില്ല. അതെന്താന്ന് മനസ്സിലായില്ല. അയ്യോ നമ്മൾ തോറ്റുപോയേ. കിടന്ന് മോങ്ങാതെ. എന്തായാലും ഗൈസ് നമ്മളെന്തായാലും അയ്യോ അവിടെ എനിമിയുണ്ട് കേട്ടോ. എനിമിയുണ്ട്. മിക്കവാറും നമ്മൾ ചാവുന്ന തോന്നണേ. അവിടെ എനിമിയുണ്ട്. ഒന്നാമത് ഈ ബ്ലൂ സാധനം, പിന്നെ എനിമി എല്ലാം കൂടി നമ്മളെ നമ്മളെന്തെല്ലാം ബ്ലൂ സാധനത്തിനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് വരൂലേ? അവിടെ വെള്ളം വരെ വരച്ചിട്ടുണ്ട്. അതായിരിക്കും. എൻ്റെ നിയമങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ബിഗിനിങ് ആണ് കൊടുത്തത്. അവരെന്താ കുറേ ചോദ്യങ്ങൾ ഇത് വരുന്നു. അവൻ്റെ അകത്തോടെ ഞാൻ കടന്നു പോയാ. എന്തായാലും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ കുറേ പേര് എലിമിനേറ്റഡ് ആയി. 4 പേര് എലിമിനേറ്റഡായി. ഇനി 19 പേര്. ഇവിടെ അടുത്തവിടെ ഒരുത്തനുണ്ട് കേട്ടോ. അവിടെ അടുത്ത് എൻ്റെ അവനെൻ്റെ നേരത്തെ നമ്മളാണ് തട്ടിയിട്ടിട്ട് പോയത്. അവനെ അടിച്ച് കൊല്ലണം. ഓ ഈ പെരട്ട തലയൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരുപാടടി വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ ഹെൽത്ത് ഒന്നും എടുത്ത് കുറഞ്ഞിട്ടില്ല. എന്ത് കൊള്ളാത്ത അവന്താ ചാവാത്ത എന്ത് അവന്താ ഒരിക്കൽ ചത്ത് കേട്ടാ. ഞാനിത് കണ്ടില്ലായിരുന്നു. കുറേ സാധനങ്ങൾ കിട്ടി. മറ്റേ ഫ്രീസ് സാധനം കിട്ടി. രക്ഷപ്പെട്ടു. പക്ഷെ ഇത് ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും കേസ് ഇത് ഫ്രീ ഫയറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിനെ കൂടുതലൊന്നും അറിയാം. ഞാൻ ഇത് കുറേ നാളായി കളിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതിന് പാർട്ട് 2 വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നു. എന്തായാലും നമുക്കിവിടുന്ന് ജയിച്ചേ പറ്റുള്ളൂ. ഇവിടുന്ന് ആരെയും കാണുന്നില്ല. അവിടുന്ന് വെള്ളം പോലെ കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് വെള്ളത്തിലോട്ട് ചാടി വെക്കാം. നല്ല റിയലിസ്റ്റിക് ഒരു GTA 5 പോലും ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ വരാൻ. അവിടെ അവൻ ചത്ത് കേട്ടോ ഒരു വെടിക്ക് തന്നെ. അതൊക്കെ എന്താണേ ഫൈനൽ ഫൈറ്റ് എന്ന് വെച്ചാൽ 6 പേര് ചത്ത് 10 പേര് ഇനി ബാക്കിയുണ്ട്. ഫൈനൽ ഫൈറ്റ് നമ്മൾ മിക്കവാറും തോക്കുമെന്ന് തോന്നുന്നു. ഫൈനൽ ഫൈറ്റിൽ വലിയമാരൊക്കെ ആയിരിക്കും വരുന്നത്. അവിടെ എന്തൊരു നീലല്ലല്ലോ മഞ്ഞ കളറിൽ മേലോട്ട് തെളിഞ്ഞിരിക്കുന്ന അങ്ങോട്ട് പോകേണ്ട കേസ്. അതെന്തെങ്കിലും കെണിയായിരിക്കും. ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ ഒന്നും ഒരുത്തനെ കാണില്ല. എല്ലാമൊക്കെ എവിടെ പോയി കിടക്കുന്നത്? മാപ്പിനകത്ത് കാണുമോ ഈ എനിമീസിനെ? നോക്കാം. ഇല്ല ഗൈസ്. സേഫ് സോൺ വിൽ ഷർക്ക് ഇൻ ടൈംസ്. സേഫ് സോൺ ഷർക്കായിനോ? ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അതെന്താ സാധനം അറിഞ്ഞൂടാ. എന്താ കത്തിക്കണ പോലെ എന്താ തീയൊക്കെ പാടാകുന്നുണ്ട്. അവിടെ നമുക്കിവിടെ കയറി ഒളിച്ചിരുന്നാലേ കുനി ഇതിനകത്ത് ഒളിച്ചിരുന്നാൽ നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല. പറ്റും. ഇതിനകത്ത് കയറിയിരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും. സാധനം വെള്ള സാധനം വെള്ളമല്ലല്ല നീല സാധനം വീണ്ടും വരുന്നു. ഓടിക്കാം. എനിക്കിനി ചാവാൻ വയ്യ. മേളിൽ കൂടെ പ്ലെയിനൊക്കെ പോകുന്നു. നമ്മൾ വന്ന പോലെ തന്നെ വേറെ ഫൈറ്റേഴ്സൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്.
ഇവിടെ നിന്ന് ആരെയും കാണില്ല. ഫൈനൽ ഫൈറ്റ് ഒന്ന് വേണം. അന്ന് 5 പേരേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിനെ നമ്മൾ കൊന്ന്. അതിന് 4 പേരേ ഉള്ളൂ, 7 പേര് ചത്തു. ഞങ്ങൾക്ക് അവൻ്റെ കയ്യിൽ നിന്ന് എന്താ പിച്ചാത്തിയും എന്താ കത്തനാടാ, ആ കത്തിയുടെ പേരെന്തോന്ന്, കത്തനാർന്നെങ്ങാണ്ട് കത്തിയുടെ പേര്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ആരെങ്കിലും കിട്ടുമോ? ഇനി ഇച്ചിരി സ്ഥലമുള്ളൂ കേട്ടോ. നമ്മൾ സൈഡിൽ വരുന്നുണ്ട്. തീർക്ക് 6 ആക്ക് തീർക്കണം. തീർന്നു. നമ്മൾ കൊന്നിട്ടുണ്ട്. ഇവിടെ സെറ്റ്. നമ്മൾ ഇനി 2 പേര് ബാക്കിയേ ഉള്ളൂ. നമ്മൾ ജയിച്ചേ എന്ന് പറയാൻ പറ്റൂല, കുറേ പേരുണ്ട്. ഇനി 2 പേരും കൂടി ഉണ്ട്. അതെ നമ്മൾ ജയിച്ചു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.